ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ സുൾട്രിറ്റിക്ക യൂട്യൂബ് ചാനൽ. ഇന്ന് കാസിയോ ജി ഷോക്ക് 6900 സീരീസിലെ ഒരു വാച്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചാനലും വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വാച്ച് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കാസിയോ ജി ഷോക്ക് DW69001VH മോഡൽ വാച്ചാണ്. ഈ ഡിജിറ്റൽ വാച്ചിൽ ജി-ഷോക്ക് കാസിയോ വാട്ടർ 200 മീറ്റർ റെസിസ്റ്റ് ഇലുമിനേറ്റർ ഒപ്പം ഡിസ്പ്ലേയിൽ ടൈം, ഹവർ, മിനിറ്റ്, സെക്കൻഡ്, PM ഓർ 24 ഹവേഴ്സ്, ഡേ, ഡേറ്റ് എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാവുന്നതാണ്. റെസിൻ കേസ് ആൻഡ് ബെസലോട് കൂടിയ ഈ വാച്ചിൻ്റെ ബാക്ക് സൈഡിൽ ഷോക്ക് റെസിസ്റ്റൻറ്റ്, മോഡൽ നമ്പർ, വാട്ടർ റെസിസ്റ്റൻറ്റ് 20 ബാർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാക്ക് എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാവുന്നതാണ്. 53.2 mm ലെങ്ത്തും 50 mm വിഡ്ത്തും 18.7 mm തിക്നെസ് കേസ് ഡയമെൻഷനോട് കൂടിയ ഈ വാച്ചിൻ്റെ ബാൻഡ് റെസിൻ 67 ഗ്രാംസ് വെയിറ്റോട് കൂടിയ ഈ വാച്ചിന് 4 ബട്ടൺസ് ആണുള്ളത്. റൈറ്റ് സൈഡിൽ സ്പ്ലിറ്റ് റീസെറ്റ്, സ്റ്റാർട്ട് സ്റ്റോപ്പ്, ലെഫ്റ്റ് സൈഡിൽ അഡ്ജസ്റ്റ് ആൻഡ് മോഡ് എന്നിങ്ങനെ 4 ബട്ടൺസ് ആണ് ഉള്ളത്. കാഷ്വൽ ഡിസൈനിൽ ഷോക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ വാച്ചിന് ടഫ്, റഗ്ഡ് ആൻഡ് ഫാഷനബിൾ ഡിസൈനാണ് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് വെയർ എല്ലാം ഈ ടൈം പീസ് യൂസ് ചെയ്യാവുന്നതാണ്. ലൈറ്റിനായി പ്രത്യേകം ഒരു സ്വിച്ച് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത് കാണാവുന്നതാണ്. ഈ വാച്ചിന് ഇലക്ട്രോ ലൂമിനസെൻസ് ബ്ലൂ. വാച്ച് ഡിസ്പ്ലേയുടെ അപ്പർ സൈഡിൽ സെക്കൻഡ്സ് നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. 1 മിനിറ്റ് വരെ നമുക്ക് അവിടെ റീഡ് ചെയ്യാവുന്നതാണ്. ഇനി ടൈം സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായി അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് സെക്കൻഡ്സ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് 0ലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് 24 ഹവേഴ്സ് അല്ലെങ്കിൽ PM എന്നിങ്ങനെ സ്വിച്ച് ചെയ്യാവുന്നതാണ്. മോഡ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഹവർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം വാച്ചിൽ 5 മണി കഴിഞ്ഞ് 11 മിനിറ്റ് എന്നാണുള്ളത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഹവർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ് എന്നിങ്ങനെ കാണാം. വീണ്ടും മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് മിനിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. മിനിറ്റും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. വീണ്ടും മോഡ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഇയർ, പിന്നെ മന്ത്, പിന്നെ ഡേറ്റ് എന്നിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അലാം സെറ്റ് ചെയ്യുന്നതിനായി മോഡ് ബട്ടൺ യൂസ് ചെയ്ത് അലാം ഫംഗ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടായി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് എത്ര മണിക്കാണ് അലാം സെറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും മോഡ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് മിനിറ്റ് ആൻഡ് മന്ത്, ഡേറ്റ് എന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് അലാം ഓൺ, ഇപ്പോൾ ഓൺ ആണ്. വീണ്ടും ആ ബട്ടൺ യൂസ് ചെയ്ത് ഹവർലി ടൈം സിഗ്നൽ ഓണായി. ഇപ്പം ബോത്ത് ഓണായി. വീണ്ടും ആ സ്വിച്ച് യൂസ് ചെയ്ത് നമുക്കെല്ലാം ഓഫ് ചെയ്ത് ഇനി ടൈമർ ഫംഗ്ഷനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ടൈമർ ഫംഗ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ടൈമർ ഓൺ ചെയ്യാനായി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് 24 ഹവറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് ചെയ്യാനായി സെയിം യൂസ് ചെയ്യാം. അഡ്ജസ്റ്റ് ബട്ടൺ യൂസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ടൈമർ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ടൈമർ ഫംഗ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഹവർ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഇപ്പം 1 അവർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് മിനിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 1 അവർ 1 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വീണ്ടും ടൈമർ ഓൺ ചെയ്യാനായി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ചെയ്യാനായി സെയിം ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷൻ നോക്കാം. അതിനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാനായി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാനായി സെയിം തന്നെ യൂസ് ചെയ്യാം. റീസെറ്റ് ചെയ്യാനായി റീസെറ്റ് ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വാച്ചിൽ എങ്ങനെയാണ് ഫ്ലാഷ് അലേർട്ട് ഓൺ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 5:30ക്ക് അലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഫ്ലാഷ് അലേർട്ട് ഓൺ ആയതുകൊണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു അലേർട്ട് കാണിക്കുന്നതാണ്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഫ്ലാഷ് അലേർട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി വാച്ചിൻ്റെ ജെന്യൂനിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി അഡ്ജസ്റ്റ് മോഡ് ആൻഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇങ്ങനൊരു പാറ്റേൺ വരുന്നതായിരിക്കും. വീണ്ടും സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു കാഷ്വൽ വെയർ ആണ്. നല്ല വർത്ത് ആയിട്ടുള്ളൊരു വാച്ചാണ്. അപ്പോൾ ഇന്നത്തെ വാച്ചും വീഡിയോ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ദ സോൾട്രിറ്റിക്ക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വേറൊരു വീഡിയോയിൽ വേറൊരു വാച്ചുമായി കാണുന്നവരെ ബൈ ഫ്രം ദ സോൾട്രിറ്റിക്ക.